ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹോ ഒപ്പനൊപ്പനോ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഈ ഒരു വീഡിയോ ചെയ്യണം. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം വീഡിയോ ചെയ്യണം. ഹോ ഒപ്പനൊപ്പനോ എന്ന് പറയുന്നത് ഒരു ഹവായ് ടെക്നിക്കാണ്. ഹവായിലുള്ള ആൾക്കാർ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് എനർജിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു വെച്ചാൽ ഒരു ടെക്നിക്ക്. ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ലൈഫ് ഗോൾ അതിലേക്ക് എത്താൻ തടസ്സമായി നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന വഴക്ക് അല്ലെങ്കിൽ നീരസം, വിദ്വേഷം, പക, ഇതായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എനർജി നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ തടസ്സമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നടക്കാൻ തടസ്സമായിട്ട് ഈ രീതിയിൽ ഉണ്ടായിരിക്കുന്ന നെഗറ്റീവ് എനർജി അതിനെ റിമൂവ് ആക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് ഗുണം ചെയ്യും. അതിൽ ഹവായ് ടെക്നിക്ക് എന്ന് പറയണതിൽ ഈ പറഞ്ഞ പോലെ ഒരു മാജിക്കൽ വേർഡ് എന്ന് പറയുന്ന 4 വേർഡ് പറഞ്ഞാൽ മതി. ആ വേർഡ് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് അതിൻ്റെ ഒരു റിലീഫ് കിട്ടുമെന്നുള്ളതാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു സ്റ്റഡിയിലുള്ള കുറേ കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ആ ഒരു വേർഡ് വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. നമ്മൾ ഒരു തറവ് ക്ലീനിങ് എന്ന് പറയുന്ന പോലെ ഒരു വീട് നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും. ചിലപ്പോൾ ആഴ്ചയിൽ 3 ദിവസം ക്ലീൻ ചെയ്യും. വീട് റെഗുലർ ക്ലീനിങ് സാധാരണ വീടുകളിൽ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ തറവ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള ഒരു ക്ലീനിങ് ഉണ്ട്. A to Z കാര്യങ്ങൾ ക്ലീൻ ചെയ്യണ ഒരു പക്ക ക്ലീനിങ്. അങ്ങനത്തെ ഒരു ക്ലീനിങ് ചെയ്യുമ്പോഴാണ് വീടിൻ്റെ മുക്കും മൂലം എല്ലാം പക്കയാണ്. അതൊരു പ്രൊഫഷണൽ ക്ലീനിങ്ങിൻ്റെ ആൾക്കാരെ വിളിച്ച് ചെയ്യുമ്പോഴാണ് ആ രീതിയിലെല്ലാം പക്കയായിട്ട് മാറുന്നത്. അപ്പോൾ അതുപോലെ തറവ് ക്ലീനിങ് എന്ന് പറയുന്ന പോലെ നമ്മളുടെ മൈൻഡിലുള്ള കംപ്ലീറ്റ് നെഗറ്റീവ്സും റിമൂവ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു പ്രാക്ടീസ് ചെയ്യണം. അതിന് ശേഷം നമ്മുടെ റുട്ടീനിൽ ഇപ്പോൾ ഈ ഹോ ഒപ്പനോ എന്ന് പറയുന്ന മാജിക്കൽ വേർഡ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കതിന് കൂടുതൽ റിസൾട്ട് ഉണ്ടാവും. മറ്റേ റിസൾട്ട് ഉണ്ടാകാൻ താമസം എടുക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഹോ ഒപ്പനോ എന്ന് പറയുന്ന ഹവായിക്കാരുടെ ഈ മാജിക്കൽ വേർഡ് എന്താണെന്ന് ആദ്യം പറയാം. അതിനുശേഷം അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കാം. മാജിക്കൽ വേർഡ് ഇതാണ്: പ്ലീസ് ഫോർഗീവ് മീ. അത് ആദ്യം നമ്മൾ പറയുന്നൊരു വേർഡ് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അപ്പോൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക: ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 വേർഡാണ് മാജിക്കൽ വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 വേർഡ് നമ്മൾ ഉരുവിടുമ്പോൾ ഇതെങ്ങനെ പ്രവർത്തിക്കണമെന്നും കൂടി അറിഞ്ഞിട്ട് ചെയ്യുമ്പോഴാണുള്ള കൂടുതൽ റിസൾട്ട് ഉണ്ടാകണം. അപ്പോൾ അത് പ്രവർത്തിക്കുന്ന രീതിയാണ് ഞാൻ എൻ്റെ ഒരു സ്റ്റഡി എന്നുള്ളത് പറഞ്ഞത്. മറ്റത് പൊതുവേ അറിയണ ഓപ്പനോ എന്നുള്ള ഈ ഒരു മെത്തേഡിൽ ഈ വേർഡ് ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് പോലെ ചെയ്താൽ മതി, നമുക്ക് റിലീഫാവെന്ന് പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഞാനിവിടെ വിശദീകരിക്കണം. അതുപോലെ തന്നെ നമ്മൾ തറവ്, അതായത് മൊത്തത്തിലൊരു ബേസിക്കായിട്ട് നമ്മളുടെ മൈൻഡിൽ കിടക്കണ എല്ലാം നമ്മൾ കളയണം. എന്നിട്ട് ഇത് ചെയ്യുമ്പോഴാണ് നമുക്കത് റിസൾട്ട് ഉണ്ടാകണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വഴക്കിട്ടിരിക്കുന്ന ആൾക്കാർ, നമ്മളോട് നീരസമുള്ളവർ, അവരൊരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു റൂമിൽ കയറിയിട്ട് അവരെ കണ്ണടച്ചുകൊണ്ട് അവരെ മനസ്സിൽ ധ്യാനിക്കുക. ആ ലിസ്റ്റിലുള്ള ഓരോ ആൾക്കാരും 1 by 1 ആയിട്ട് ധ്യാനിക്കുക. ധ്യാനിച്ചിട്ട് അവരോട് നമ്മൾ മനസ്സിൽ ഡയറക്റ്റ് പറയണ അതേ ഫീലിൽ അവരുടെ ഫേസ് ഇമാജിൻ ചെയ്തുകൊണ്ട് പറയുക: ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അതായത് എന്നോട് ക്ഷമിക്കൂ, ദയവായി എന്നോട് ക്ഷമിക്കൂ, എനിക്ക് മാപ്പ് തരൂ, പിന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. മീൻസ് അതിൻ്റെ മലയാളം വേർഡ് നിങ്ങൾക്കറിയാലോ, ആ മലയാളം വേർഡ്. അപ്പം നമ്മൾ പറയുമ്പോൾ ഇംഗ്ലീഷ് വേർഡ് തന്നെ പറയണം. അതിനാണ് കൂടുതൽ എഫക്റ്റ് ഈ അറിയപ്പെടുന്ന ഇംഗ്ലീഷ് വേർഡ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ വ്യക്തികളെയും ഇങ്ങനെ ഓർത്തിട്ട് മനസ്സിൽ പറയണം. അതായത് അവരോട് പറയണ ഫീലിൽ പറയണം. അതല്ലാണ്ട് കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ പ്ലീസ് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞാൽ ആരോടും എന്തിനോടും ഇല്ലാതെ. അപ്പോൾ 1 by 1 ആയിട്ട് ഓരോ വ്യക്തികളെ ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ അവരെ നോക്കി പറയണ പോലെ ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയുമ്പോഴാണ് അതിന് റിസൾട്ട് കൊള്ളേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ ഓരോ ആൾക്കാരെയും ഓർത്ത് ചെയ്യുമ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ലിസ്റ്റിലുള്ളതിൽ അവരായിട്ട് എന്താണ് നമുക്കുണ്ടായ ഇഷ്യൂ അല്ലെങ്കിൽ പ്രശ്നം, വഴക്ക്, അതെന്താണെന്ന് നമ്മൾ ചിന്തിക്കുക. തെറ്റ് ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കും, തെറ്റ് ചിലപ്പോൾ നമ്മുടെ ഭാഗത്തായിരിക്കും. അപ്പോൾ ആരുടെ ഭാഗത്താണെങ്കിൽ ആ ഇഷ്യൂ എന്താണെന്ന് ആലോചിച്ചിട്ട് ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള നിലയിൽ അവരുടെ ഭാഗത്താണെങ്കിലും നമ്മളുടെ ഭാഗത്താണെങ്കിലും നമ്മളതിന് സോറി പറയുന്ന രീതിയും, നമ്മൾ ആ പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന രീതി, അവരോട് മാപ്പ് തരുമെന്ന് ചോദിക്കുന്ന രീതി, ആ ഒരു രീതി ഉൾക്കൊണ്ടിട്ട് നമ്മൾ അവരോട് ആ വിഷയം, ആ നടന്ന ഇൻസിഡൻറ്റും കൂടി ഓർത്തുകൊണ്ട് നമ്മൾ അവരോട് പറയണ ഫീലിൽ പറയണം: ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു
എന്ന് പറയുമ്പോൾ അതിനൊരു ഫീൽ ഉണ്ടാവും, റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഈ രീതിക്ക് 1 ബൈ 1 ആയിട്ട് നമ്മളെല്ലാവരും പറഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഡെയിലിയുള്ള റൊട്ടീനിൽ നമ്മൾ ഈ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് ആ ലിസ്റ്റിലുള്ള എല്ലാവർക്കും വേണ്ടി എന്നുള്ള മൈൻഡിൽ നമുക്ക് പറയാം, ഇമാജിൻ ചെയ്തിട്ട്. അതായത് നമ്മൾ ചെയ്തു പോയ തെറ്റുകളും മറ്റുള്ളവർ എന്നോട് ചെയ്ത തെറ്റുകളും അതെല്ലാം ഒരു റിലീഫ് കിട്ടാൻ, അതിന് മാപ്പ് കിട്ടാനായിട്ട് എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിൽ തന്നെ നമ്മൾ ആ ഫീൽഡിൽ തന്നെ നമ്മൾ മെഡിറ്റേഷൻ മോഡിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ആൾക്കാരെയൊക്കെ മൊത്തത്തിലൊന്ന് ഓർത്തിട്ട് നമുക്ക് പറയാം, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ആ രീതിക്ക് പറയുമ്പോൾ ഈ ഹോ ഒപ്പനോപ്പനോ എന്ന് പറയുന്ന ഹവായിക്കാരുടെ ഹവായ് ടെക്നിക് എന്ന് പറയുന്ന ഈ മാജിക്കൽ വേർഡ് റിസൾട്ട് ഉണ്ടാക്കും. കാരണം ഇത് ഡെയിലി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്യും. നിങ്ങളുടെ മൈൻഡിൽ കിടക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചേക്കുന്ന നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്ന് റിമൂവ് ആവുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കൂടുതൽ പോസിറ്റീവ് ആകുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ പോസിറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകാനായിട്ട് തടസ്സമായി നിൽക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിക്കവർ ചെയ്യാൻ ഈ പ്രാക്ടീസ് വളരെ ഗുണം ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.